ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു ഈവനിങ് സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ചട്ടിപ്പത്തിരി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കല്ലേ. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടുനോക്കിട്ടോ. എല്ലാവർക്കും അറിയാൻ മതിയാവും, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടുനോക്കിട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങില്ലേ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള, കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ പോണത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടി കേട്ടോ. അപ്പോൾ ഇത് നന്നായി കുഴച്ചിട്ടൊന്ന് പിന്നെ ഒരു 5 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടെ. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് 3 സവാള, 3 മീഡിയം സൈസുള്ള സവാള, പിന്നെ ഒരു പിടി മല്ലിച്ചപ്പ്, പിന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതൊക്കെ ഉണ്ടോ. പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക്. പിന്നെ 1 കപ്പ് മൈദയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് പിന്നെ അടിച്ചെടുക്കട്ടെ. നമ്മളിപ്പോൾ ഈ ദോശയൊക്കെ ചൂടാൻ പറ്റുന്ന രീതിയിലുണ്ടല്ലോ, നമ്മൾ ദോശമാവൊക്കെ എങ്ങനെ അരക്കണ ആ ഒരു പരുവത്തിലാക്കിയിട്ട് എടുക്കട്ടോ മാവ്. ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കട്ടെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച്. നമുക്കറിയില്ല ഒരു കട്ടി എങ്ങനെയെന്നുള്ളതുള്ള ഒരു കട്ടിക്കനുസരിച്ച്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ദോശ തന്നെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു തവ പിന്നെ ദോശമാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. പിന്നെ അത് അപ്പുറം ഒന്നും മറിച്ചിട്ട് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് ഒന്നിതായി വരുമ്പോൾ ഒന്ന് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ദോശ ചുട്ടെടുക്കുക കേട്ടോ. വേഗം നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ ഉണ്ടാവില്ല. വളരെ എളുപ്പത്തിലായിട്ട് ദോശ കൊണ്ട് ചുട്ടെടുക്കുക. പണ്ടൊക്കെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ടൈമാണ്. കാരണം ഈ പത്തിരി ഈ ചപ്പാത്തിൻ്റെ ഇതൊക്കെ കുഴച്ച് പിന്നെ അത് പരത്തി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇന്ത്യൻ്റെ മാപ്പ് അങ്ങനെയൊക്കെ ആയി വരും. ഇതൊന്നുമില്ല, ഇത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ പാനിൽ തന്നെ നമ്മൾ പിന്നെ ഇത് മസാല ഉണ്ടാക്കാൻ പോകും കേട്ടോ. നമ്മൾ വിചാരിക്കും ഇതെന്താ ഈ പാനിൽ തന്നെ വെച്ചിട്ട് മസാല ഉണ്ടാക്കുന്നത്, വേറെ പാത്രം ഇല്ലായിട്ടൊന്നുമല്ല കേട്ടോ. അത് നമ്മൾ അതിൽ തന്നെ ആയാൽ ആ ഒരു പാത്രം മെനക്കെടലുള്ളൂ. ഇത് വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങളുടെ മെനക്കെടല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ഉള്ളി വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ചിക്കന് പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് പിന്നെ ഇഞ്ചി ഈ ഉള്ളി ഒന്ന് വഴറ്റി വന്നപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പച്ചമുളക് അരിഞ്ഞതൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറും. പിന്നെ നമ്മൾ മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇതൊക്കെ ആവശ്യത്തിന് 1 ടീസ്പൂണ് വീതം എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ആവശ്യമുള്ളത് എന്നുള്ള നമുക്കൊരു നിഗമനം ഉണ്ടാവില്ല. ആ ഇതിനനുസരിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ചിക്കന് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് അതിലേക്കിട്ട് വഴറ്റി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടെ. പിന്നെ അതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ മല്ലിച്ചപ്പ് ഒരു പിടി മല്ലിച്ചപ്പ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ മസാല അടിപൊളിയായിട്ട് റെഡിയായി. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഒരു ബാറ്ററും കൂടി റെഡിയാക്കാനുണ്ട് കേട്ടോ. അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഇനി ലാസ്റ്റുള്ള ഒരു ബാറ്ററാണ് കേട്ടോ അത്. അപ്പോൾ 1/4 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു. അപ്പോൾ ആ ബാറ്ററൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പാൻ തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് എണ്ണ നന്നായി തടവി കൊടുത്ത് ഇനി നമ്മൾ ഓരോ ദോശ എടുത്തിട്ട് ആ പിന്നെ ബാറ്ററിലൊന്ന് മുക്കി കൊടുക്കുക. മുട്ടൻ്റെ പാലിൻ്റെയൊക്കെ ബാറ്ററിൽ മുക്കി കൊടുത്തിട്ട് ആ തവയിലേക്ക് ഒന്ന് പരത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ അത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, മേലെ പരത്തി കൊടുക്കുക. പിന്നെ അടുത്ത ദോശ എടുക്കുക, അത് ആ ബാറ്ററിൽ മുക്കുക, ഇതിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ മസാല വെച്ച് കൊടുക്കുക. അത്ര ഉള്ളൂ പണി. ഭയങ്കര എളുപ്പമാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ്. ചട്ടിപ്പത്തിരി എന്ന് കേൾക്കുമ്പോൾ തന്നെ ബേജാറാവും. ആദ്യമൊക്കെ ബേജാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ബേജാറുണ്ടായിരുന്നു. കാരണം ഇത് പരത്തിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേന്
എത്ര ടൈം പിടിക്കും, അതിനേക്കാളും നല്ലത് ഉണ്ടാക്കാത്ത എന്നുള്ള ആ ഒരു ഇത് വരുന്നതിന് കേട്ടോ. ഇപ്പം അതൊന്നുമില്ല. ഇപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സാണ് ചട്ടിപ്പത്തിരി എന്ന്. ഇപ്പം എല്ലാ സ്നാക്സും സിമ്പിൾ തന്നെയാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കുമ്പോഴേ അത് പിന്നെ ആ സിമ്പിൾ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ ലെയർ ചെയ്ത് ഒരു 8 ദോശയെങ്കിലും അതിന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഇതുണ്ടല്ലോ, ബാറ്റർ ഉണ്ടല്ലോ, അത് അതിൻ്റെ മേലെ ഒന്നായിട്ടാണ്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10-30 മിനിറ്റോളം പിന്നെ തീയിൽ മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് ഒന്ന് ഇതാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മക്കളെ. ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ അടിപൊളി. പിന്നെ ഒന്ന് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്ത് ഒന്നും കൂടി ഒരു 2 മിനിറ്റ് ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരി നമ്മൾ മുറിച്ച് നോക്കണം, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എങ്ങനെയാണ് നിങ്ങളൊക്കെ എങ്ങനെയാണോ ഉണ്ടാക്കൽ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബായ്, അസ്സലാമു അലൈക്കും.